ഏകദേശം ഒരു 8:30 കൂടിയാണ് ഇത് പുറം ലോകത്ത് അറിയുന്നത്. എന്നാൽ രോഗികൾ പറയുന്ന ഒരു കാര്യമുണ്ട്, നേരത്തെ തന്നെ അതായത് ഏകദേശം 7:30 കൂടി തന്നെ ഈ പുക വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത് കൃത്യമായിട്ട് അധികൃതരോട് പറഞ്ഞതുമാണ്. അഞ്ജലി, ഇപ്പോൾ MK രാഘവൻ MP മാധ്യമങ്ങളെ കാണുന്നുണ്ട്, നമുക്ക് അതിലേക്ക് പോകാം. സൂപ്രണ്ടിന് കൃത്യമായി പറയാൻ കഴിയുന്നില്ല, പ്രിൻസിപ്പളും പറയുന്നത് കൃത്യമായി പറയാൻ ഇപ്പം കഴിയില്ല. കൃത്യമായി അവർക്കാർക്കും തന്നെ എന്താണ് ഇതിന്റെ കാരണം എന്നുള്ളത് ആർക്കും പറയാൻ കഴിയുന്നില്ല. പക്ഷേ ഇവിടെ എത്തുമ്പോൾ സ്ഥിതി വളരെ അതീവ ഗുരുതരമായ അവസ്ഥയിലാണ് എല്ലാവർക്കും ബോധ്യപ്പെടുന്നത്. ഏതായാലും ഫയർഫോഴ്സും ബന്ധപ്പെട്ട പോലീസ് എല്ലാവരും ഇവിടെ എത്തിക്കഴിഞ്ഞു, ബാക്കി കാര്യങ്ങൾ നോക്കുന്നു എന്നാണ് ഇപ്പോൾ സൂചിപ്പിച്ചത്. അവരുടെ കൃത്യമായ കണക്കില്ല. കൃത്യമായി ഇതിന്റെ അകത്ത് എന്തെല്ലാം സംഭവിച്ചെന്ന് കൃത്യമായി അവർക്ക് പറയാൻ കഴിയുന്നില്ല. കാഷ്വാലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു ഞാൻ, ഒരു കാഷ്വാലിറ്റിയെ കുറിച്ച് പറയാൻ കഴിയുന്നില്ല. ആളുകളെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇനി ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടോ എന്ന കാര്യത്തോട് കൃത്യമായി പറയാൻ കഴിയില്ല എന്നാണ് ഇപ്പം പ്രിൻസിപ്പൾ പറഞ്ഞത്. ഇപ്പൊ നമ്മളോട് സംസാരിച്ചിരുന്ന ആളുകൾ 4ാം നിലയിൽ ആളുകളുണ്ട്, ന്യൂറോ വാർഡാണെന്ന് പറഞ്ഞത്. അവിടെ ആളുകൾ ഉണ്ടെന്നാണ് പറഞ്ഞത്, പക്ഷെ അവിടേക്ക് പുക വന്നിട്ടില്ല. അവിടെ മുകളിൽ ആകാശപാത ഉണ്ടല്ലോ, അതുവഴി മാറ്റുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. അതിനെപ്പറ്റി എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അല്ല, പ്രിൻസിപ്പൾ പറഞ്ഞത് ഞാൻ പ്രിൻസിപ്പളിനും കൃത്യമായി ഇതിനെക്കുറിച്ച് പറയാൻ കഴിയുന്നില്ല. അദ്ദേഹം പറഞ്ഞത് പേഷ്യൻസിനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പൊ കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടുന്നില്ല. ഞങ്ങളും അതിനുവേണ്ടിയാണ് ഇവിടെ വന്നിട്ടുള്ളത്, അറിയാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. എന്താണ് സംഭവം കൃത്യമായി പഠിക്കാൻ തന്നെയാണ് വന്നിട്ടുള്ളത്. ഏതായാലും കുറച്ച് വെയിറ്റ് ചെയ്യാം. പുതിയ ബിൽഡിംഗ് കൂടെയല്ലേ? അതെ, പുതിയ ബിൽഡിംഗ് ആണ്. ഒന്ന് ഇതിൻ്റെ അകത്ത് ഇവിടുത്തെ ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ബീച്ച് ഹോസ്പിറ്റലിൽ ശക്തിപ്പെടുത്തണം. ആദ്യമായിട്ട് ബീച്ച് ഹോസ്പിറ്റലിൽ ആവശ്യമായ സ്റ്റാഫില്ല, ഡോക്ടേഴ്സ് ഇല്ല, ഒന്നുമില്ല. അവിടുത്തെ പേഷ്യൻസിൽ ഇങ്ങോട്ട് വരികയാണ്. അത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ആവശ്യമായ സ്റ്റാഫ് ഇനിയും നിയമിച്ചിട്ടില്ല. ഇവിടുത്തെ ഡോക്ടേഴ്സിനെ മറ്റ് മെഡിക്കലുകളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ രോഗികളുടെ ബാഹുല്യം കൂടി വരികയാണ്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള മെഡിക്കൽ കോളേജിന് ആവശ്യമുള്ള സ്റ്റാഫിനെ വെക്കാൻ പോലും തയ്യാറാകുന്നില്ല. അതാണ് പ്രധാനപ്പെട്ട സംഗതിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അഞ്ജലി, അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ രോഗികളെ ഇപ്പോൾ ഇവിടെ നിന്ന് മാറ്റാനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ആംബുലൻസുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നുണ്ട്, കൂടുതൽ ഫയർ യൂണിറ്റുകൾ വരുന്നുണ്ട്. ഇവിടുന്ന് രോഗികളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത്യാസന്ന നിലയിലുള്ള രോഗികളെയൊക്കെ തന്നെ പൂർണ്ണമായിട്ടും തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രികളിലേക്ക് മാറ്റി എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നവരും. ഇനിയും ഇവിടെ നിന്ന് രോഗികളെ മാറ്റാനുണ്ട്. അതിനു മുമ്പ് മെഡിക്കൽ കോളേജ് പോലീസ് നൽകുന്നൊരു നിർദ്ദേശമുണ്ട്. വലിയ രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്കാണ് ഈ മെഡിക്കൽ കോളേജ് പരിസരത്തൊക്കെ തന്നെ ഉള്ളത്. അതുകൊണ്ട് രോഗികളുമായിട്ടൊന്നും ഈ പരിസരത്തൂടെ പോകരുത് എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, കൂടുതൽ രോഗികളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഇപ്പോൾ എത്തിക്കരുത് എന്നും ഒരു നിർദ്ദേശമുണ്ട്. തൊട്ടടുത്ത മറ്റ് സ്വകാര്യ ആശുപത്രികളിലേക്ക് രോഗികളെല്ലാം തന്നെ മാറ്റുന്നതാണ്. നമ്മൾ ദൃശ്യങ്ങൾ കാണാം, വലിയ രീതിയിലുള്ള ജനക്കൂട്ടമാണ്. നമുക്കറിയാം ഇത് പുതിയ ബിൽഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ എന്താണ് പറ്റിയത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ പരിശോധന നടത്തേണ്ടതുണ്ട്. കൂടുതൽ രോഗികളെ മാറ്റുകയാണ്. പുക പൂർണ്ണമായിട്ടും ഒഴിവാക്കാനുള്ള ഒരു കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പരസ്പരം ഇവിടെ നിന്ന് ആളുകൾ പറഞ്ഞതനുസരിച്ച് പരസ്പരം കാണാൻ പറ്റാത്ത രീതിയിൽ കാഷ്വാലിറ്റിക്കകത്ത് പുക ഉയർന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒരു പൊട്ടിത്തെറി ശബ്ദം കേട്ടതായിട്ടും ഈ രോഗികളും ഡോക്ടർമാരും രോഗികളുടെ ബന്ധുക്കളും കൂട്ടിരിപ്പുകാരും എല്ലാം തന്നെ പറയുന്നുണ്ട്. ഈ പൊട്ടിത്തെറി ശബ്ദം കേട്ടത് ഇവർ നേരത്തെ നമ്മളോട് ഒരാൾ സംസാരിച്ചത് പ്രകാരം അദ്ദേഹം നേരത്തെ തന്നെ പറയുന്നുണ്ട്. ഇതുപോലെ 7:45 കൂടി തന്നെ ഇങ്ങനെ ഒരു ശബ്ദം കേട്ടിരുന്നു. അതുപോലെ തന്നെ പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ പോലും അത് സെക്യൂരിറ്റിയൊക്കെ കൃത്യമായിട്ട് അറിയിച്ചിട്ടും അത് ശ്രദ്ധിച്ചിരുന്നില്ല. എന്നാൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു പ്രശ്നത്തിലേക്ക്, ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് അത് മാറില്ലായിരുന്നു എന്നാണ് രോഗികളടക്കം പറഞ്ഞത്. പുക പൂർണ്ണമായിട്ടും ഒഴിവാക്കാനുള്ള ഒരു ശ്രമം ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളിമാടുകുന്നു അതുപോലെ തന്നെ മീൻചന്ത ഫയർ സ്റ്റേഷനിൽ നിന്ന് കൂടുതൽ യൂണിറ്റുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മെഡിക്കൽ കോളേജ് അധികൃതർ, അതുപോലെ പോലീസ്, സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥർ എന്നിവരെല്ലാവരും തന്നെ ഇവിടെ സ്ഥലത്തുണ്ട്. പരസ്പരം കാണാൻ പറ്റാത്ത രീതിയിൽ പുക ഉയരുകയായിരുന്നു എന്നാണ്. ഇപ്പോൾ കാഷ്വാലിറ്റിയിൽ വൈദ്യുതി ബന്ധം പൂർണ്ണമായിട്ടും വിച്ഛേദിക്കപ്പെട്ട നിലയിലാണ്. ഭയങ്കര ഇരുട്ടാണ് അതിൻ്റെ അകത്ത്. അതിനിടയിൽ കൂടിയാണ് ഇപ്പോൾ പുക ഒഴിവാക്കാനുള്ളൊരു കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റ് പുതിയ രോഗികൾ ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുവരരുത് എന്നാണ് നിർദ്ദേശമുള്ളത്. എന്തായാലും കൂടുതൽ രോഗികൾ, അത്യാസന്ന നിലയിലുള്ള രോഗികളെല്ലാം തന്നെ ഈ ആശുപത്രിയിൽ നിന്ന് തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രികളിലേക്ക് സേഫായിട്ട് മാറ്റി എന്നാണ് ഇപ്പോൾ ആശുപത്രി അധികൃതരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നാൽ ഇനിയും രോഗികളുണ്ട്. ഏകദേശം 500ഓളം രോഗികളെ മാറ്റി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനിയും രോഗികൾ ഉണ്ട്. ഇനിയും ഒരുപാട് രോഗികളെ മാറ്റാനുള്ള സജ്ജീകരണങ്ങൾ, കൂടുതൽ ആംബുലൻസുകൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും രോഗികളെ മാറ്റാനുണ്ട്. അതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുന്നുണ്ട്. ഇപ്പോൾ MK രാഘവൻ MP ആശുപത്രി സന്ദർശിക്കുകയായിരുന്നു. അതാണ് നമ്മൾ അല്പസമയം മുമ്പ് കണ്ടത്. കൂടുതൽ വലിയ രീതിയിലുള്ള ജനക്കൂട്ടം, അതാണ് എടുത്ത് പറയേണ്ടത്. വലിയ
വലിയ രീതിയിലുള്ള ജനക്കൂട്ടം ഈ ആശുപത്രിയിലേക്ക് ഇടിച്ചു കയറി വരുന്നുണ്ട്. അത് ഈ രക്ഷാപ്രവർത്തനത്തിനൊക്കെ തന്നെ ഏറെ സഹായകമായിട്ടുണ്ട്. നാട്ടുകാരും കൂടി ചേർന്നാണ് രോഗികളെയൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് വലിയ രീതിയിലുള്ള അനിഷ്ടങ്ങളോ അപായങ്ങളോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ തന്നെ രോഗികളെ പെട്ടെന്ന് തന്നെ മറ്റു ആശുപത്രികളിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഈ നാട്ടുകാരുടെ ഒരു സഹായം കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ പുക ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മെഡിക്കൽ കോളേജിലെ സുരക്ഷാ ജീവനക്കാരുടെയും വളണ്ടിയേഴ്സിൻ്റെ ഒക്കെ നേതൃത്വത്തിലാണ് രോഗികളെ ഒഴിപ്പിച്ചത്. ഇപ്പോൾ ഫിലിപ്പ് ആശുപത്രിയിൽ മെഡിക്കൽ കോളേജ് എത്തിയിട്ടുണ്ട്. കാഷ്വാലിറ്റിയിലേക്ക് കാണും ഒരുപാട് ഒന്നാമത് പ്രത്യേകിച്ച് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജാണ്. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അത്രയേറെ രോഗികൾ വരുന്ന സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്ത് ചെയ്യാനാ, എന്താ സംഭവിച്ചത് നമ്മൾ അറിയണ്ടേ? അല്ലാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ എല്ലാം കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ ബീച്ച് ആശുപത്രി എല്ലാ സംവിധാനവും ഉണ്ട്, അവർ ഒരുക്കുന്നുണ്ട്. കോർപ്പറേഷൻ എന്ത് സൗകര്യം തയ്യാറാണ്, മരുന്നോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. സംവിധാനം ഏർപ്പാടാക്കിയിട്ടുണ്ട്, ഉണ്ട്, അവർ ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അവർക്ക് ഇനി സ്ഥലമുണ്ട്. അതുകൊണ്ട് പേടിക്കേണ്ട ഒരാവശ്യവും ഇല്ല. അതാണ് ഇപ്പോഴും എന്താ കാരണം എന്നുള്ളതാണ് വ്യക്തമായത്. ഇനി ഇതിനകത്ത് ആളുകൾ ഉണ്ടോ എന്നുള്ളത് മനസ്സിലായിട്ടില്ല. ഇനി കൂടുതൽ പേരുണ്ട്, നമ്മൾ അന്വേഷിക്കണമല്ലോ. നമുക്ക് വെറുതെ ഊഹാപോഹം നടത്തിയിട്ട് എന്താ കാര്യം? അന്വേഷിച്ച് കണ്ടുപിടിക്കാം, അത്രയും. ഇപ്പോൾ മേയർ പറഞ്ഞതനുസരിച്ച് തൊട്ടടുത്ത മറ്റ് ആശുപത്രികൾ, അതായത് ബീച്ച് ആശുപത്രി പോലുള്ള തൊട്ടടുത്ത മറ്റു ആശുപത്രികളിലൊക്കെ തന്നെ രോഗികളെ മാറ്റാനുള്ള കൂടുതൽ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മറ്റു ആശുപത്രികളിലേക്കൊക്കെ തന്നെ രോഗികളെ മാറ്റാൻ ഉള്ള എല്ലാ തയ്യാറെടുപ്പുകളും അവിടെയൊക്കെ തന്നെ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ രോഗികളെ ഒന്നും തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരേണ്ടതില്ല. വൈകുന്നേരം 7:45 റൂമിൽ നിന്ന് ചെറിയ രീതിയിൽ പുക പുറത്തേക്ക് വരുന്നതുണ്ട്. അപ്പോൾ ആ പുക വരുന്ന സമയത്ത് ഞാൻ അവിടുത്തെ സെക്യൂരിറ്റിക്കാരോട് ചോദിച്ചു, പുക വരുന്നുണ്ട്, എന്താണ് ഇങ്ങനത്തെ കാരണം? അവർ അറിയില്ല എന്ന് പറഞ്ഞു. പിന്നീട് ആ അടച്ചിട്ട റൂമിൽ, MRIയുടെ തൊട്ടടുത്ത റൂമിൽ വെച്ച് വീണ്ടും ശക്തമായി പുക പുറത്തേക്ക് വരാൻ തുടങ്ങി. അപ്പോഴേക്കും രോഗികൾക്കൊക്കെ പ്രയാസപ്പെട്ട് ശ്വാസം മുട്ടൽ തുടങ്ങി. ആ വരാന്തയിലൊക്കെ MRI സ്കാനിന് വേണ്ടിയിട്ട് രോഗികൾ ഇങ്ങനെ കാത്തിരിക്കുന്ന സമയം ഉണ്ടായിരുന്നു. 6ഓളം രോഗികൾ അവിടെ കാത്തിരിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവരൊക്കെ പുറത്തേക്ക് തള്ളി മാറ്റുകയും ആളുകൾ ചെതറി ഓടുന്നൊരു രംഗം ഉണ്ടായത്. കുറച്ചുകൂടി നേരത്തെ ആ പറഞ്ഞ സമയത്ത് തന്നെ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ആ റൂം ഓപ്പൺ ചെയ്തിട്ട് തീ അണക്കാൻ നമ്മുടെ ഹെൽത്ത് ഓഫീസർ കൂടിയുണ്ട്. അദ്ദേഹം വിളിച്ച് അന്വേഷിച്ചു. ഇപ്പോൾ ഇവിടുന്ന് പേഷ്യൻസിനെ കൊണ്ടുപോയാൽ തന്നെ അവിടെ ഇവരെയൊക്കെ തന്നെ സ്വീകരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ അവർ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ നിലവിൽ നമുക്ക് പേടിക്കാനൊന്നും ഇല്ലാത്ത അവസ്ഥയാണ്. എന്തായാലും അവിടെ അവരെല്ലാവരും ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് കൂടുതൽ ആശങ്കപ്പെടേണ്ടെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് നമുക്കിനി അവരെന്താ പറയുന്നത് നമുക്ക് കേൾക്കാം, അല്ലാതെ ഒന്നും പറയാൻ കഴിയില്ല. ആളുകൾക്ക് മാറ്റിക്കൊന്നാണ് പറയുന്നു. ഇനിയും ഉണ്ടാവുമല്ലോ, അവിടെ ഇരുട്ടല്ലേ, നോക്കട്ടെ. അന്വേഷിച്ചു. നമ്മുടെ ഹെൽത്ത് ഓഫീസർ കൂടി ഉണ്ടായിരുന്നു, ഡോക്ടർ മൂന്നവർ. നമ്മൾ വിളിച്ച് അന്വേഷിച്ചു. അവർക്ക് എല്ലാ സംവിധാനമുണ്ട്. പേടിക്കേണ്ട എന്നുള്ള അവസ്ഥ ഇപ്പോൾ ഉള്ളത്. വളരെ ആശങ്കയുണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു സമഗ്രമായ അന്വേഷണ കാര്യത്തിൽ നടക്കേണ്ടതുണ്ട്. കാരണം അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് വളരെ പഴക്കം ചെന്ന ബിൽഡിങ്ങും നല്ലത്, വളരെ പുതുതായി നിർമ്മിച്ച് അടുത്ത് ഉദ്ഘാടനം ചെയ്ത ഒന്നിനകത്ത് ഇതുപോലെയുള്ളൊരു അപകടം ഉണ്ടാകുന്നത് വളരെ ഗൗരവത്തിൽ നമ്മൾ എടുക്കേണ്ടതുണ്ട്. രോഗികളാണ്, ഓടാൻ കഴിയാത്തവരാണ്. എന്തെങ്കിലും അത്യാഹിതം ഇപ്പം ദൈവാനുഗ്രഹം കൊണ്ടൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിലും വലിയ ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും ഇതൊരു വലിയ സംഭവമായി നമ്മൾ കാണണം. ഗൗരവമുള്ളൊരു സംഭവമായി നമ്മളിതിനെ കാണണം. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അടിയന്തരമായി ഉണ്ടാകണം എന്നാണ് പാർട്ടിക്ക് അഭിപ്രായം. ഒരു വ്യക്തതയും കിട്ടിയിട്ടില്ല. ഇടയ്ക്ക് പോട്ട് മാറ്റി എങ്ങനെയാണെന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു വ്യക്തതയും കിട്ടിയില്ല. കുറേ സ്വകാര്യ ആശുപത്രികളിലേക്കും അതുപോലെ ബീച്ച് ആശുപത്രിയിലേക്കും പോയി എന്ന് പറഞ്ഞു. എന്തായിരുന്നാലും സന്നദ്ധ പ്രവർത്തകന്മാരും അതുപോലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരും എല്ലാവരും കൂട്ടായി പ്രവർത്തിച്ചുകൊണ്ടാണ് കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് എന്നത് ഏറ്റവും ഒരു അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ്.
ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു കൂട്ടായ്മയിലൂടെ ഇത്തരം പ്രശ്നങ്ങൾ അതിജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അക്കാര്യത്തിൽ നമ്മൾ മാതൃകയായിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും പറയാവുന്നതാണ്. അഞ്ജലി സൂചിപ്പിച്ചതുപോലെ തന്നെ എന്താണ് പറ്റിയത് എന്നത് ആർക്കും തന്നെ വ്യക്തമല്ല. അതെല്ലാം തന്നെ ഇനിയും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം പുതിയൊരു ബിൽഡിംഗാണ്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ കാഷ്വാലിറ്റി ഈ ഒരു ബിൽഡിങ്ങിലേക്ക് മാറ്റിയിട്ട് വളരെ കുറച്ച് വർഷങ്ങൾ മാത്രം ആയിട്ടുള്ളൂ. അപ്പോൾ അത്തരത്തിൽ എങ്ങനെയാണത് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായതെന്നത് അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം നേരത്തെ രോഗികൾ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ രോഗികളുടെ കൂട്ടിരിപ്പുകാരും പറഞ്ഞതൊക്കെ പ്രകാരമാണ് എന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഇത്തരത്തിൽ പുക വരുന്നത് എ സിയിൽ നിന്ന് പുക വരുന്നത് കണ്ടതാണ്. CT സ്കാൻ പരിസരത്ത് നിന്നും എ സിയിൽ നിന്ന് പുക വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതാണ്. എന്നാൽ അത് അധികൃതരെ കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു. സെക്യൂരിറ്റികളോട് അത് സൂചിപ്പിച്ചതാണ്. എന്നാൽ അത് ആരും തന്നെ ശ്രദ്ധിച്ചിരുന്നില്ല. അത് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു വലിയ അത്യാഹിതങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരു ഗുരുതരമായ സാഹചര്യത്തിലേക്ക് അത് എത്തിക്കില്ലായിരുന്നു എന്നാണ് രോഗികളടക്കം പറഞ്ഞിട്ടുള്ളത്. എന്തായാലും കൂടുതൽ രോഗികളെ അത്യാസന്ന നിലയിലുള്ള മുഴുവൻ രോഗികളെയും ആശുപത്രിയിൽ നിന്നും പൂർണ്ണമായിട്ടും തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയും കുറച്ച് രോഗികളെ ഇവിടെ നിന്ന് മാറ്റാനുണ്ട്. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളില്ലാത്ത കുറച്ച് രോഗികളെയാണ് ഇവിടെ നിന്ന് ഇനി മാറ്റാനുള്ളത്. അവരെയൊക്കെ തന്നെ മറ്റ് വാർഡുകളിലേക്കൊക്കെ തന്നെ സേഫായിട്ട് മാറ്റിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അവരെ മാത്രമല്ല തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രികളായ തൊട്ടടുത്തുള്ള ആശുപത്രികളിലേക്ക് ബീച്ച് ആശുപത്രി പോലുള്ള ആശുപത്രികളിലെല്ലാം തന്നെ രോഗികൾക്കായിട്ട് പ്രത്യേക സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും എല്ലാം തന്നെ ഒരുക്കി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് പുതിയ രോഗികളെ ആരും ഇനി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരേണ്ടതില്ല എന്നാണ് അറിയുന്നത്. മെയിൻ തിയേറ്റർ തുറന്നു. അപ്പോൾ ഇന്നത്തെ കേസ് മുഴുവൻ മെയിൻ തിയേറ്ററിൽ നിന്ന് ചെയ്യാം. അതിൽ പ്രോബ്ലം ഇല്ല. EOT മെയിൻ തിയേറ്ററിലേക്ക് മാറ്റി. പിന്നെ പേഷ്യന്റിന് ബാക്കി ആളെ എല്ലാവരെയും ഷിഫ്റ്റ് ആക്കിയിട്ടുണ്ട്. ആ ന്യൂറോ സർജറി നോക്കിയിട്ട് ബാക്കി അവരെ ഡോക്ടേഴ്സിനെ മുകളിൽ വിട്ടിട്ടുണ്ട്. ഒരു പൊട്ടിത്തെറിയും പിന്നെ ഒരു പുകയല്ല. അത് മാത്രമല്ല ഇവരെ നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് അറിയില്ല. നസീർ എഞ്ചിനീയർ വന്നിട്ട് നോക്കട്ടെ. എഞ്ചിനീയർ പ്രൈമറിയാണ് ഷോർട്ട് സർക്യൂട്ട് എന്ന് ഇലക്ട്രിക്കൽ പറഞ്ഞത്. ബാക്കി അവരെ ഡീറ്റെയിൽ നോക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ പോയിക്കൂടല്ല കൂടുതൽ. CT MRIയുടെ ടെക്നീഷ്യനും കൂടി അതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ട്. അത് എഞ്ചിനീയർ ബാക്കിപ്പെട്ട പ്രൈമറി മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ബാക്കി ഒരു ഡീറ്റെയിൽഡായിട്ട് നോക്കിയിട്ട് പറയും. നമ്മളിപ്പോൾ ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റാണ് നോക്കുന്നത്. പേഷ്യൻറ്റിൻ്റെ മാക്സിമം കെയർ എൻഷുർ ചെയ്യുക. ഇനി തിയേറ്റർ നമ്മൾ ഇന്ന് ഇവിടെ റൺ ചെയ്യുന്ന തിയേറ്ററൊക്കെ മെയിൻ തിയേറ്ററിൽ എന്തായാലും 12 തിയേറ്റർ ഉണ്ടല്ലോ, അത് ഇന്നെല്ലാം ഓപ്പൺ ആക്കിക്കോളാൻ പറഞ്ഞു രാത്രി. അപ്പോൾ അവിടുന്ന് ചെയ്തോളാം. ഇപ്പോൾ ആ പഴയ കാഷ്വാലിറ്റിയില്ലേ, ഇന്ന് കാഷ്വാലിറ്റി അവിടത്തേക്ക് ഷിഫ്റ്റ് ആക്കാൻ പറഞ്ഞു. ഇവിടെയുള്ള പേഷ്യൻറ്റിനെ പരമാവധി മെയിൻ ബ്ലോക്കിലേക്കും സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ബ്ലോക്ക് എവിടെയാണ് ഒഴിവുള്ള ICUവിലെല്ലാം കയറ്റാൻ TCCയിലും റെഡിയാണ്. വെന്റിലേറ്ററും അവിടെ റെഡിയാണ്. പിന്നെ ബീച്ചിലും നമ്മൾ DMO വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എത്രയാണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇനി കണക്ക് എടുക്കണം കേട്ടോ. ഓ ഇല്ല, അത് ന്യൂറോ സർജറിയിൽ ആ ഡോക്ടേഴ്സ് കൂടെ പോയിട്ടുണ്ട്, ഫയർഫോഴ്സിൻ്റെ കൂടെ. അത് 4ാമത്തെ നിലയിലാണ്. അതിനെ ഷിഫ്റ്റ് ആക്കണമെന്ന് അവരോട് തീരുമാനിച്ചിട്ട് പറയാൻ പറ്റും. ഇല്ല, അതുകൊണ്ട് അവരവിടെ നിൽക്കുന്നുണ്ട്. 3 ന്യൂറോ സർജറി ഡോക്ടേഴ്സും അതേപോലെ ഫയർഫോഴ്സിൻ്റെ ആളും പോലീസും കൂടെ മുകളിൽ പോയിട്ടുണ്ട്. അതിൽ 4 പേരായിട്ടാണ് ഉള്ളത്. അപ്പോൾ അവരെ മാറ്റണോ വേണ്ടി അത് പുകയില്ലാത്തതുകൊണ്ട് അവരോട് തീരുമാനം എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. മാറ്റണം എന്നാണ് ഇമ്മീഡിയറ്റ് മാറ്റം. അല്ല, അത് റെഡിയാക്കും. ഇല്ലെങ്കിൽ ഷിഫ്റ്റ് ആക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങളെ നോക്കും. അഞ്ജലി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളാണ് നമ്മളോടിപ്പോൾ സംസാരിച്ചത്. അതായത് നിലവിലിപ്പോൾ അഞ്ജലി നിലവിൽ ഇവിടെ ഷിഫ്റ്റ് ചെയ്ത പേഷ്യൻ്റൊക്കെ അവരോട് പോയി കാണാൻ പറ്റും കേട്ടോ. എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റലാണോ? അല്ല, ഇവിടുത്തെ ഷിഫ്റ്റ് ചെയ്ത കുറച്ച് പേര് മാത്രം പ്രൈവറ്റിൽ പോയിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇവിടെയാണ്. ബാക്കിയൊക്കെ കോളേജിൽ പഴയ ബ്ലോക്കിലേക്കും സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ബ്ലോക്ക് TCCയിലേക്കാണ് ഷിഫ്റ്റ് ചെയ്തത്. ഇതിന് മുകളിലേക്കുള്ള പേഷ്യൻസോ? എല്ലാം ഓൾമോസ്റ്റ് ഷിഫ്റ്റ് ചെയ്തു. ഇനി ന്യൂറോ സർജറി അവരെ ഡോക്ടേഴ്സിന് തീരുമാനത്തിന് വിട്ടിട്ടുണ്ട്. 4ാമത്തെ പുകയുണ്ട മാറ്റിക്കൊള്ളാൻ പറ്റും കേട്ടോ. ശരി.
അഞ്ജലി നിലവിൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. അതായത് നിലവിൽ ഉള്ള രോഗികളെ എല്ലാവരും തന്നെ സേഫായിട്ട് മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിലവിൽ 4ാം നിലയിൽ ന്യൂറോ വിഭാഗത്തിൽ കുറച്ച് രോഗികളുണ്ട്. അവരെ തൊട്ടടുത്ത സൂപ്പർ സ്പെഷ്യാലിറ്റികളിലേക്ക് മാറ്റും എന്നാണ് അറിയാൻ സാധിക്കുന്ന വിവരം. മാത്രമല്ല തൊട്ടടുത്ത മറ്റ് ആശുപത്രികൾ, ബീച്ച് ആശുപത്രിയിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ഈ ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് പോകേണ്ട രോഗികൾക്കും അതുപോലെ തന്നെ മറ്റ് പുതിയ രോഗികൾക്ക് എല്ലാം തന്നെ പുതിയ സജ്ജീകരണങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ നിലവിൽ പുക ഉയർന്ന ഒരു സാഹചര്യം. പ്രൈമറി മാത്രമാണ്, ഇനി ബാക്കി അറിയണം. ഇലക്ട്രിസിറ്റിന്റെ ഒരു ഷോർട്ട് സർക്യൂട്ട് ആവാന്ന് പറയുന്നു. ബാക്കി ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ സാർ. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് പോയിക്കൂടാ, ഭയങ്കര പുകയാണ്, സ്മോക്കാണ്. അപ്പോൾ അത് ഫയർഫോഴ്സ് ഉണ്ട്, പോലീസ് ഉണ്ട്, എല്ലാവരും ചെയ്യുന്നു, വോളണ്ടിയേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക എല്ലാ പേഷ്യൻറ്റും. പിന്നെ എല്ലാവർക്കും ഇതുവരെ ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല. ഞാനത് അവിടെ തന്നെ നിൽക്കുന്നു.